നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് കടൽവെള്ളം എടുത്തു കുടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ആലോചിച്ചു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ അത് വളരെ അപകടമാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റും. അതെ അതെ, കിഡ്നി തകരാറിലാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമുദ്രം എന്നത് എന്താ പറയാ, അങ്ങേയറ്റം അപകടകരമായ, ജീവിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സ്ഥലമാണ്. തീർച്ചയായും ശ്വാസം മുട്ടിക്കുന്ന ആഴങ്ങൾ, പിന്നെ അതിശക്തമായ മർദ്ദം. കൊടും തണുപ്പും. എന്നാൽ അപ്പോ ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും, എന്തിന് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ തന്നെ ഉടലെടുത്തത് ഈ പറയുന്ന ഇരുണ്ട അപകടകരമായ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ്. അതെ, അതൊരു വലിയ സത്യമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരും ഈ വലിയ കടലും തമ്മിലുള്ള യഥാർത്ഥ ബന്ധമെന്താണ്? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം. അതെ, നമ്മളിന്ന് കേവലം സമുദ്രത്തിലെ ഉപ്പിന്റെ അംശത്തെയോ അല്ലെങ്കിൽ മത്സ്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ശരിയാണ്. ഓഷ്യൻ ലിറ്ററസി ഫോർ ഓൾ എന്ന പഠനരേഖയിലെ 1ാം മൊഡ്യൂളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നമ്മൾ ഇന്നൊരു പുതിയ ലോകത്തേക്ക് കടക്കുകയാണ്. അതായത് സമുദ്രമാനവികത അഥവാ മറൈൻ ഹ്യൂമാനിറ്റീസ്. മനുഷ്യരാശിയുടെ ഒരു ടൈം ലൈനിലൂടെ പുരാണങ്ങളും ശാസ്ത്രവും സമുദ്രത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഒരു കഥയാണിത്. ഈയൊരു അന്വേഷണം തുടങ്ങാൻ ഇതിലും മികച്ചൊരു വഴിയില്ല. കാരണം നാം എപ്പോഴും സമുദ്രത്തെ ഒരു സയൻസ് ബുക്കിലെ വിഷയമായി മാത്രമാണ് കാണാറുള്ളത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു ഭൂമിശാസ്ത്ര വിഷയം. എന്നാൽ സമുദ്രമാനവികത പറയുന്നത് നമ്മെ മനുഷ്യരാക്കുന്നത് തന്നെ ഈ സമുദ്രവുമായുള്ള നമ്മുടെ ബന്ധമാണ് എന്നാണ്. ചരിത്രം, കല, പുരാണങ്ങൾ, പിന്നെ ശാസ്ത്രം, ഇതെല്ലാം ഒന്നിക്കുന്നൊരു ബിന്ദു. അതെ, ഇതെല്ലാം സമുദ്രമെന്ന ഒരൊറ്റ ബിന്ദുവിൽ സംഗമിക്കുന്നുണ്ട്. ഈയൊരു വലിയ ചിത്രം മനസ്സിലാക്കാൻ നാം ആദ്യം ഈ ഭൂമിയിലേക്ക് എങ്ങനെ ഇത്രയും വെള്ളം വന്നു എന്ന കഥയിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാമത്. അതാണ് എന്റെ ആദ്യത്തെ സംശയം. ഭൂമിയുണ്ടായ സമയത്ത് ഇതൊരു തിളച്ചുമറിയുന്ന തീഗോളമായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ്, എവിടുന്നാണ് ഈ കാണുന്ന വലിയ സമുദ്രങ്ങളും മുഴുവൻ ഇവിടെ ഉണ്ടായത്? അതൊരു രസകരമായ ചോദ്യമാണ്. അതായത് വെറുതെ ഒരു ദിവസം രാവിലെ മഴ പെയ്ത് നിറഞ്ഞതൊന്നും ആകാൻ വഴിയില്ലല്ലോ, അല്ലേ? ഒരിക്കലുമില്ല. ഭൂമിയുടെ തുടക്കകാലത്ത് വെള്ളത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്ന വളരെ ആക്രമണാസക്തമായ ഒരു പ്രതിഭാസമാണ് സമുദ്രങ്ങൾക്ക് കാരണമായത്. 400 കോടി വർഷം മുൻപോ? ഓഹോ. അതെ, ശാസ്ത്രം ഇതിനെ ലേറ്റ് ഹെവി ബംബാർഡ്മെന്റ് എന്ന് വിളിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ എന്തോ യുദ്ധം പോലെ തോന്നുന്നില്ലേ? അതെ അതെ, ഒരു വലിയ സ്ഫോടനം പോലെ തോന്നുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതൊരു കോസ്മിക് യുദ്ധം തന്നെയായിരുന്നു. അതായത് സൗരയൂഥത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഐസ് നിറഞ്ഞ ലക്ഷക്കണക്കിന് വാൽനക്ഷത്രങ്ങളും ഛിന്നഗ്രഹങ്ങളും ഭൂമിയിലേക്ക് തുടർച്ചയായി വന്നിടിച്ചു. ഒരു നിമിഷം, ഐസ് നിറഞ്ഞ വാൽനക്ഷത്രങ്ങളോ? അതെ, അതൊരു ചെറിയ കാലയളവിലല്ല സംഭവിച്ചത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു ഉൽക്കാവർഷമായിരുന്നു അത്. ഈ വലിയ ഐസ് കട്ടകൾ ഭൂമിയിൽ വന്നിടിച്ചുരുകിയതാണ് നമ്മുടെ സമുദ്രങ്ങളിലെ വെള്ളത്തിന്റെ ഒരു പ്രധാന ഉറവിടം. ശരിക്കും ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിയിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വലിയ തോതിൽ നീരാവിയും പുറത്തുവന്നു. ഇതെല്ലാം ചേർന്നാണ് സമുദ്രങ്ങളുണ്ടായത്. അപ്പോ എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ശാന്തമായ കടൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തു നിന്നും ബോംബുകളെ പോലെ വന്നു പതിച്ച ഐസ് കട്ടകളാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. എനിക്കിതിനെ ഒരു വലിയ കോസ്മിക് പ്രഷർ കുക്കറിനോട് ഉപമിക്കാനാണ് തോന്നുന്നത്. അതായത് ആകാശത്ത് നിന്ന് നിരന്തരം പതിക്കുന്ന ഉൽക്കകളും മിന്നലുകളും താഴെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചൂടും. വളരെ നല്ലൊരു ഉപമയാണത്. ഈ വലിയ താപത്തിൽ ജീവനാവശ്യമായ രാസവസ്തുക്കളെല്ലാം അടങ്ങിയ ആ പഴയ സമുദ്രത്തിൽ ഒരുതരം പ്രൈമോഡിയൽ സൂപ്പ് തയ്യാറാക്കപ്പെടുകയായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ അമിനോ ആസിഡുകളൊക്കെ പാകം ചെയ്യപ്പെട്ടത്, അല്ലേ? ആ ഉപമ വളരെ കൃത്യമാണ്. ഈ പ്രഷർ കുക്കർ അവസ്ഥ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്നു. ആ ഇരുണ്ട ഭാഗത്ത്. അതെ, അവിടെ സൂര്യപ്രകാശം പോലും എത്താത്ത ഇരുട്ടിൽ ബ്ലാക്ക് സ്മോക്കറുകളെന്ന് വിളിക്കുന്ന ഹൈഡ്രോതെർമൽ വെന്റുകളുണ്ടായിരുന്നു. കടലിനടിയിലെ അഗ്നിപർവ്വത വിടവുകളാണവ. ഓഹോ, കടലിനടിയിലെ അഗ്നിപർവ്വതങ്ങളോ? അതെ, അതിൽ നിന്ന് പുറത്തുവരുന്ന അത്യുഷ്ണം നിറഞ്ഞ വെള്ളവും ധാതുക്കളും ചേർന്നാണ് ഭൂമിയിലെ ആദ്യത്തെ ഏകകോശ ജീവികൾക്ക് ജന്മം നൽകിയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ശാന്തമായൊരു കുളത്തിലല്ല ജീവനുണ്ടായത്. അപ്പൊ ശാസ്ത്രം പറയുന്നത് ജീവനുണ്ടായത്
വളരെ അപകടകരമായ തീയും വിഷവാതകങ്ങളും നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്നാണെന്നാണ്. അതെ, തികച്ചും വിനാശകരമായ ഒരു ചുറ്റുപാടിൽ നിന്ന്. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം മറ്റൊന്നാണ്. മൈക്രോസ്കോപ്പുകളോ കടലിനടിയിൽ പോകുന്ന അന്തർവാഹിനികളോ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ ഈയൊരു സത്യം എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ മനസ്സിലാക്കിയെന്നാണോ? അതെ, കാരണം അവരുടെ കഥകളിൽ ഈ ശാസ്ത്രം അതേപടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കൗതുകകരമായ കാര്യമെന്തെന്നാൽ, ഹൈന്ദവ പുരാണത്തിലെ പാലാഴി മദനത്തിന്റെ കഥയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ അതാണ് പറയാൻ വന്നത്. പാലാഴി മദനമെന്ന ആശയം തന്നെ നോക്കൂ. സമുദ്രമൊരു ശാന്തമായ സ്ഥലമാണെന്നല്ല പുരാണം പറയുന്നത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവ്വതത്തെ കടകോലാക്കി വെച്ച് വലിയൊരു സമുദ്രം കടയുകയാണ്. ഇത്രയും വലിയൊരു കോലാഹലം അവിടെ നടക്കുന്നു. ശരിയാണ്. ഈ കഥയുടെ പൊരുൾ അതിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങളിലാണ്. സമുദ്രം കടഞ്ഞപ്പോൾ ആദ്യം അവർക്ക് ലഭിച്ചത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ലക്ഷ്മിദേവിയെയും ദിവ്യമൃഗങ്ങളെയും ചന്ദ്രനെയുമൊക്കെയാണ്. എല്ലാം നല്ല കാര്യങ്ങൾ. അതെ, അവസാനമാണ് അനശ്വരത നൽകുന്ന അമൃത് ലഭിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ മറ്റൊന്നുകൂടി ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവന്നു. അതെന്തായിരുന്നു? ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഹാലഹാലം എന്ന കൊടുംവിഷം. ഓ, ഹാലാഹലം. അപ്പോ ജീവനും മരണവും അവിടെയുണ്ട്. അതെ, ഇവിടെ ശാസ്ത്രവും പുരാണവും ഒന്നാവുകയാണ്. സമുദ്രം ജീവന്റെയും സമൃദ്ധിയുടെയും ഉറവിടമാണ്. അമൃത് അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ അതേ സമുദ്രത്തിൽ തന്നെ സർവനാശം വിതയ്ക്കുന്ന വിഷവും മരണവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വലിയ പ്രകൃതി നിയമമാണ് പ്രാചീന മനുഷ്യർ കഥകളിലൂടെ തലമുറകൾക്ക് കൈമാറിയത്. അത്ഭുതം തന്നെ. അപ്പോൾ ആദിമ മനുഷ്യർക്ക് സമുദ്രത്തിന്റെ ഇരട്ട മുഖത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് ജീവൻ തരും, പക്ഷെ എളുപ്പത്തിൽ നമ്മുടെ ജീവൻ എടുക്കുകയും ചെയ്യും. തീർച്ചയായും അവർക്കത് അറിയാമായിരുന്നു. ഈയൊരു പേടികൊണ്ടാകണം അവർ കടലിന് ദൈവങ്ങളുടെ രൂപം നൽകിയത്. ഉദാഹരണത്തിന് ഗ്രീക്ക് പുരാണത്തിലെ സമുദ്രദേവനായ പോസിഡോൺ. അതെ, പോസിഡോൺ വളരെ പ്രശസ്തനായ ദേവനാണ്. അദ്ദേഹത്തെ അവർ വെറുമൊരു സമുദ്രദേവനായല്ല, മറിച്ച് ഭൂമി കുലുക്കുന്നവൻ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ ഒഷ്യാനസ് എന്ന ദേവൻ. ലോകത്തെ ചുറ്റിയൊഴുകുന്ന നദിയായിട്ടാണ് ഒഷ്യാനസിനെ അവർ കണ്ടത്. നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ഭയപ്പെടുത്തുന്ന പ്രകൃതിശക്തിയെ ഒരു മനുഷ്യരൂപം നൽകി ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമമായിരുന്നില്ലേ അത്? തീർച്ചയായും. മനുഷ്യന് അജ്ഞാതമായതിനോട് എപ്പോഴും ഭയമാണ്. ആ ഭയത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി അതിനൊരു മുഖം നൽകുക എന്നതാണ്. ഒരു രൂപം കൊടുക്കുക. അതെ. എന്നാൽ ഈ ഭയത്തിന് മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. ഇതൊരു വലിയ ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും, നാം നേരത്തെ സംസാരിച്ച ആ ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ് കഴിഞ്ഞാൽ മനുഷ്യരാശി ഒന്നാകെ നേരിട്ട മറ്റൊരു വലിയ പ്രകൃതി ദുരന്തമുണ്ടെന്ന്. മറ്റൊരു ദുരന്തമോ? അതെന്തായിരുന്നു? ആ ദുരന്തം മനുഷ്യന്റെ സൈക്കോളജിയിൽ, അവരുടെ ഓർമ്മകളിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും ലോകം മുഴുവൻ നശിപ്പിച്ച ഒരു മഹാപ്രളയത്തിന്റെ കഥ കാണാം. അതെ. ഹൈന്ദവ പുരാണത്തിലെ വിഷ്ണുവിന്റെ മത്സ്യാവതാരം പ്രളയത്തിൽ നിന്ന് മനുവിനെ രക്ഷിക്കുന്നതാണല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ബൈബിളിലെ നോഹയുടെ പെട്ടകം മറ്റൊരു ഉദാഹരണം. അതുപോലെ മെസ്സോപ്പൊട്ടേമിയൻ ഇതിഹാസമായ ഗിൽഗമേഷിലും സമാനമായ പ്രളയകഥയുണ്ട്. എങ്ങനെയാണ് ഭൂമിയിലെ പരസ്പരം ബന്ധമില്ലാത്ത പല ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരേ കഥ തന്നെ പറയുന്നത്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് കഥകളുണ്ടാക്കിയതൊന്നുമല്ലല്ലോ. തീർച്ചയായുമല്ല. അതൊരു കെട്ടുകഥയല്ല എന്നതാണ് അതിലെ യാഥാർത്ഥ്യം. ഇതൊരു പങ്കുവയ്ക്കപ്പെട്ട പൂർവിക ഓർമ്മയാണ്. ഒരു പൂർവിക ഓർമ്മയോ? അതായത് ആർക്കൈവൽ മെമ്മറി പോലെ? അതെ. 12,000 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ മഞ്ഞുയുഗം അവസാനിക്കുന്ന സമയത്ത് ഭൂമിയിലെ മഞ്ഞുപാളികൾ ഒന്നാകെ ഉരുകാൻ തുടങ്ങി. ഗ്ലേഷ്യേഴ്സ് ഉരുകാൻ തുടങ്ങി. അതൊരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് സമുദ്രനിരപ്പ് ഏകദേശം 120 മീറ്ററോളം ഉയർന്നു. 120 മീറ്ററോ? അത് വളരെ കൂടുതലാണല്ലോ. അതെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ തലമുറകളായി അവരുടെ വീടുകളും ഗ്രാമങ്ങളും കടലെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. കാരണം കടൽ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നു. ഭൂമിയിലെ മനുഷ്യരാശി ഒന്നാകെ അനുഭവിച്ച ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സർവൈവൽ സ്റ്റോറിയാണിത്. ഈ വലിയ ട്രോമ, ഈ മാനസികാഘാതമാണ് തലമുറകളിലൂടെ കൈമാറി മഹാപ്രളയത്തിന്റെ മിത്തുകളായി മാറിയത്. അത് കേൾക്കുമ്പോൾ ശരിക്കും രോമാഞ്ചം വരുന്നുണ്ട് എനിക്ക്.
അപ്പോ സമുദ്രം എന്നത് നമ്മുടെ പൂർവികർക്ക് വെറുമൊരു വെള്ളക്കെട്ടല്ല, അവരുടെ ലോകം മുഴുവൻ വിഴുങ്ങിയ ഒരു ഭീകര സത്വമായിരുന്നു. അതെ, അതൊരു ഭീകരസത്വം തന്നെയായിരുന്നു അവർക്ക്. അപ്പോ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ആ വലിയ ഭയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ സമുദ്രത്തെ കീഴടക്കാൻ പഠിച്ചത്? എനിക്കിവിടെ അത്ഭുതം തോന്നുന്നത് പോളിനേഷ്യൻ നാവികവിദ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഓ, പോളിനേഷ്യൻ വേ ഫൈൻഡിംഗ്, അതൊരു അത്ഭുതമാണ്. കോമ്പസോ മാപ്പോ ഗൂഗിൾ എർത്തോ ഒന്നുമില്ലാത്ത കാലത്ത് അവർ പസഫിക് സമുദ്രത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് ആയിരക്കണക്കിന് മൈലുകള് ചെറിയ മരവള്ളങ്ങളിലെ യാത്ര ചെയ്തു. അവർക്കെങ്ങനെയാണ് വഴി തെറ്റാതിരുന്നത്? എനിക്ക് എന്റെ നാട്ടിലെ ഇടവഴികളിൽ പോലും ചിലപ്പോൾ വഴി തെറ്റാറുണ്ട്. അവിടെയാണ് മനുഷ്യന്റെ നിരീക്ഷണ പാടവം നാം മനസ്സിലാക്കേണ്ടത്. അവർ സമുദ്രത്തെ ഭയക്കുന്നതിന് പകരം സമുദ്രത്തിന്റെ ഭാഷ പഠിക്കാൻ തീരുമാനിച്ചു. സമുദ്രത്തിന്റെ ഭാഷയോ? അതെ, അത് കേവലം നക്ഷത്രങ്ങളെ നോക്കിയുള്ള യാത്ര മാത്രമായിരുന്നില്ല. നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെയാണ് അവർക്ക് വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന്? ഉദാഹരണത്തിന് സമുദ്രത്തിലെ തിരമാലകൾ അഥവാ സ്വെൽസ്. തിരമാലകൾ. ഒരു വലിയ തിരമാല നൂറുകണക്കിന് മൈലുകൾക്കപ്പുറമുള്ളൊരു ദ്വീപിൽ ചെന്നിടിച്ച് തിരികെ പ്രതിഫലിച്ചു വരും. ഇതിനെ വേവ് റിഫ്രാക്ഷൻ എന്ന് പറയും. ഈ പോളിനേഷ്യൻ നാവികർ അവരുടെ ചെറിയ വള്ളങ്ങളുടെ അടിത്തട്ടിൽ മലർന്നു കിടക്കും. മലർന്നു കിടക്കുമോ? എന്തിന്? എന്നിട്ട് തങ്ങളുടെ ശരീരത്തിൽ തട്ടുന്ന വള്ളത്തിന്റെ ചെറിയ ചലനങ്ങളിൽ നിന്ന് എതിർദിശയിൽ നിന്ന് വരുന്ന ആ തിരമാലയുടെ പ്രതിഫലനം അവർ തിരിച്ചറിയും. എന്താണിത്? ഒരു നിമിഷം, ശരിക്കുമാണോ 100 മൈൽ അകലെയുള്ളൊരു ദ്വീപിൽ തട്ടിവരുന്ന തിരമാലയുടെ ചെറിയൊരു മാറ്റം വള്ളത്തിന്റെ തടിയിലൂടെ ശരീരത്തിലേക്ക് അറിഞ്ഞ് അവർ ദിശ കണ്ടുപിടിച്ചിരുന്നു എന്നാണോ? ഇത് ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു കഴിവാണ്. അതെ, അതുമാത്രമല്ല, അവർ പക്ഷികളുടെ പറക്കൽ രീതികൾ നിരീക്ഷിച്ചു. ചില കടൽ പക്ഷികൾ കരയിൽ നിന്നൊരു നിശ്ചിത ദൂരം മാത്രമേ പറക്കൂ. ഓഹോ, അപ്പോ പക്ഷികളെ കണ്ടാൽ കര അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാം. അതുതന്നെ. അതുപോലെ മേഘങ്ങളുടെ നിറം നോക്കി അവർ കര എവിടെയാണെന്ന് പ്രവചിച്ചിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ദ്വീപുകൾക്ക് മുകളിലെ മേഘങ്ങളിൽ ചെറിയൊരു പച്ച നിറം പ്രതിഫലിക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. വാ, അവിശ്വസനീയം. ഇതൊരു സങ്കീർണമായ ശാസ്ത്രമാണ്. പക്ഷേ ഈ ശാസ്ത്രം അവർ പുസ്തകങ്ങളിൽ എഴുതിവെച്ചില്ല, മറിച്ച് അവരുടെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും തലമുറകൾക്ക് കൈമാറി. അവർക്ക് സമുദ്രം ഒരു വലിയ മതിലായിരുന്നില്ല, പുതിയ ലോകങ്ങളിലേക്കുള്ള ഒരു ഹൈവേ ആയിരുന്നു. ഈ അറിവ് അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ഈ ഇഴുകിച്ചേരൽ പസഫിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് തോന്നുന്നു. നമ്മുടെ സ്വന്തം തീരങ്ങളിലേക്ക് വന്നാൽ ഇന്ത്യയുടെ സമുദ്രചരിത്രവും ഇതുപോലെ അതിശയകരമല്ലേ? തീർച്ചയായും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലത്ത് തന്നെ, അതായത് 2400 BCEയിൽ ഗുജറാത്തിലെ ലോഥലിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ടൈഡൽ ഡോക്ക് ഉണ്ടായിരുന്നു. ലോഥലിൽ? അത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? അതെ. അതായത് വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി കപ്പലുകൾ അടുപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ഭയങ്കരം തന്നെ. പിന്നീട് വന്ന സുഗന്ധവ്യഞ്ജന പാത നോക്കൂ. കാലവർഷക്കാറ്റിന്റെ ഗതി മനസ്സിലാക്കി അവർ കേരളത്തെ റോമുമായും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചു. സമുദ്രത്തിന്റെ താളത്തിനൊത്ത് ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചതിന്റെ ഉദാഹരണങ്ങളാണിതെല്ലാം. അതെ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലാഴി മഥനത്തിലെ സമുദ്രത്തിന്റെ ആ ഇരട്ടമുഖം വീണ്ടും വരുന്നത്. നമ്മൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ നോക്കൂ. അവർ സമുദ്രത്തെ വെറുമൊരു തൊഴിലിടമായല്ല കാണുന്നത്, അവർക്കത് കടലമ്മയാണ്. ശരിയാണ്. കടലമ്മ എന്ന സങ്കല്പം വളരെ ശക്തമാണ്. വള്ളമിറക്കുന്നതിനു മുൻപ് അവർ കടലിനെ വണങ്ങുന്നു. അത് വെറുമൊരു അന്ധവിശ്വാസമല്ല. കടൽ അവർക്ക് അന്നം തരുന്ന അമ്മയാണ്. പക്ഷേ കോപിച്ചാൽ ജീവനെടുക്കാനും അവൾക്ക് മടിയില്ല എന്ന വലിയ തിരിച്ചറിവാണത്. തീർച്ചയായും. മഹാരാഷ്ട്രയിലെ കോലി സമൂഹവും ഇതുതന്നെയാണ് ചെയ്യുന്നത്. വർഷകാലത്ത് മത്സ്യബന്ധനം നിർത്തിവെക്കുന്ന അവർ കടൽ ശാന്തമാകുമ്പോൾ നാരാളി പൂർണിമ എന്ന പേരിൽ കടൽദേവന് തേങ്ങ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനുശേഷമേ വീണ്ടും കടലിലേക്ക് പോകൂ. ഇത് പ്രകൃതിയെ വെറുമൊരു വിഭവമായി കാണാതെ അതിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ്. വളരെ ശരിയായ നിരീക്ഷണം. എന്നാൽ ഇന്ന് നാം ഈ ആധുനിക യുഗത്തിൽ സമുദ്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതെ, ഇന്ന് കാര്യങ്ങൾ കുറെ മാറിയല്ലോ. ഇന്ന് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ നക്ഷത്രങ്ങളെ നോക്കേണ്ട കാര്യമില്ല. എല്ലാം GPS വഴി അറിയാം. ഈ കാലഘട്ടത്തിൽ സമുദ്ര മാനവികത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
അവിടെയാണ് കഥ പറച്ചിലിന്റെ രീതികൾ മാറിയത് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ പുരാണങ്ങൾക്ക് പകരം സിനിമകളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയുമാണ് സമുദ്രത്തെ അറിയുന്നത്. അത് ശരിയാണ്. സിനിമകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നായികയെ തിരഞ്ഞെടുക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. പുരാതനമായ ആ വിശ്വാസങ്ങളെ ആധുനിക ലോകത്തിന് മുന്നിൽ അവർ അവതരിപ്പിക്കുകയാണ്. ആ സിനിമയിൽ സമുദ്രം ഒരു സുഹൃത്തിനെ പോലെയാണ്. അതെ. എന്നാൽ ലൈഫ് ഓഫ് പൈ എന്ന സിനിമ നോക്കോ. നടുകടലിൽ ഒരു ചെറിയ ബോട്ടില് ഒരു കടുവയ്ക്കൊപ്പം അകപ്പെട്ടു പോകുന്ന പൈ. അവിടെ സമുദ്രം അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഏകാന്തതയാണ്. എന്നാൽ രാത്രിയിൽ തിളങ്ങുന്ന കടൽജീവികളെ കാണിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായി മാറുന്നു. സമുദ്രത്തിന്റെ ഭയവും സൗന്ദര്യവും ഒരുപോലെ കാണിച്ചു തരാൻ സിനിമകൾക്ക് കഴിയുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്നു. ഈ സമുദ്ര കഥകൾ എന്തിനാണെന്ന് പ്രസക്തമാകുന്നത്? ഡോക്യുമെന്ററികൾ ഈ കഥ പറച്ചിലിനെ ഒരു പടികൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്യുമെന്ററികൾ കൂടുതൽ യാഥാർത്ഥ്യം കാണിക്കുന്നു. അതെ. BBC-യുടെ ബ്ലൂ പ്ലാനറ്റ് പോലെയുള്ള സീരീസുകൾ വെറുമൊരു സയൻസ് ക്ലാസ് അല്ല. അവർ ശാസ്ത്രീയമായ ഡാറ്റയെ മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ്. സമുദ്രത്തിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരുപക്ഷെ വലിയ വിഷമം തോന്നില്ല. അതെ, ഒരു വാർത്ത കേൾക്കുന്നത് പോലെ മാത്രമേ തോന്നൂ. എന്നാൽ പ്ലാസ്റ്റിക് കുടങ്ങി കഷ്ടപ്പെടുന്ന ഒരു ഡോൾഫിനെയോ കുഞ്ഞുങ്ങൾക്ക് പ്ലാസ്റ്റിക് മാലിന്യം തീറ്റയായി കൊടുക്കുന്ന ഒരു പക്ഷിയോ അവർ കാണിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ടാക്കുന്നു. ശാസ്ത്രത്തെ ഇത്തരത്തിൽ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ സംരക്ഷണമെന്ന ചിന്ത മനുഷ്യനിലുണ്ടാകൂ. അത് വളരെ വലിയൊരു പോയിന്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കടലമ്മ എന്ന സങ്കല്പത്തിലേക്ക് തന്നെ ഇതൊന്ന് വെച്ചു നോക്കൂ. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതും മാലിന്യം തള്ളുന്നതും വെറുമൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മെ ആയിരക്കണക്കിന് വർഷങ്ങൾ പോറ്റി വളർത്തിയ നമ്മുടെ തന്നെ അമ്മയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണത്. അതാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ എല്ലാം കാതൽ. നമ്മൾ ലേറ്റ് ഹെവി ബൊംബാർഡ്മെന്റിൽ നിന്ന് തുടങ്ങി പാലാഴിമഥനത്തിലൂടെയും പ്രളയകഥകളിലൂടെയും സഞ്ചരിച്ച് പൊളിനീഷ്യൻ നാവികവിദ്യയും കടലമ്മയും കഴിഞ്ഞ് ഇന്നത്തെ സിനിമകളിലെത്തി നിൽക്കുന്നു. ഒരു വലിയ യാത്രയായിരുന്നു ഇത്. നിങ്ങളിതിനെ ഏത് ലെൻസിലൂടെ നോക്കിയാലും, അത് ശാസ്ത്രമാകട്ടെ പുരാണമാകട്ടെ, സമുദ്രം എപ്പോഴും ജീവന്റെ തൊട്ടിലാണ്. നമ്മൾ ഉണ്ടായത് അവിടെ നിന്നാണ്. അത് തരുന്ന അന്നം കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ട് സമുദ്രത്തെ മനസ്സിലാക്കുകയെന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. സമുദ്ര സാക്ഷരത എന്ന് പറയുന്നത് വെറും പഠനം മാത്രമല്ല, മറിച്ച് ഈ കഥകളിലൂടെ നമ്മൾ പ്രകൃതിയുമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ ബന്ധമാണ്. അപ്പോ ഇതിനർത്ഥം എന്താണ്? ഈ വിശദമായ വിശകലനം നമ്മൾ അവസാനിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കാം. തീർച്ചയായും. നിങ്ങൾ അടുത്ത തവണ ഒരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ ആ വലിയ ചക്രവാളത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക. അത് വെറുമൊരു ഉപ്പുവെള്ളത്തിന്റെ കൂട്ടമല്ല. കോടിക്കണക്കിന് വർഷങ്ങൾ മുൻപ് ആകാശത്തുനിന്ന് തീമഴയായി പെയ്തിറങ്ങിയ വെള്ളമാണത്. നമ്മുടെ പൂർവികരുടെ വീടുകളെ വിഴുങ്ങിയ പ്രളയമാണത്. നക്ഷത്രങ്ങളെ നോക്കി മനുഷ്യൻ പുതിയ ലോകങ്ങൾ തേടിയിറങ്ങിയ ഹൈവേ ആണത്. ഇതെല്ലാം ആ തിരമാലകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതൊരു മനോഹരമായ ചിന്തയാണ്. സമുദ്രത്തെക്കുറിച്ചുള്ള ഏത് സിനിമയോ കഥയോ ആണ് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിച്ചത്? ആ കഥകൾ നിങ്ങളെ പഠിപ്പിച്ചത് സമുദ്രത്തെ ഭയപ്പെടാനാണോ, അതോ അതിനെ ആഴത്തിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണോ? അടുത്ത തവണ നിങ്ങൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ശാസ്ത്രത്തിന്റെയും പുരാണത്തിന്റെയും ഈ സമ്മിശ്രണം തിരമാലകളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ മനുഷ്യരും സമുദ്രവും തമ്മിലുള്ള ഈ വലിയ ബന്ധത്തിന്റെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ ആഴത്തിലുള്ള അന്വേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. വളരെ നന്ദി.